കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും ഒരുമിച്ച് ദൈവമുഖം അന്വേഷിക്കുവാനും സ്വർഗത്തിലെ ദൈവമൊരുക്കിയ വിലപ്പെട്ട അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും കർത്താവിൽ വന്ദനം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 62-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ ഇപ്പോൾ നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 62-ാം അധ്യായം 6-7 വാക്യങ്ങൾ. യെരൂശലേമേ, ഞാൻ നിന്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതെ ഇരിക്കയില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ, നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. അവൻ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളവും ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയം ആക്കുവോളവും അവന് സ്വസ്ഥത കൊടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കട്ടെ. പ്രവാചകനായ യെശയ്യാവ് യെരൂശലേമിനെ നോക്കി പ്രവചിക്കുന്ന പ്രവചനവാക്യമാണ് നാം കേട്ടത്. ദൈവം ഇങ്ങനെ പറയുന്നു, എൻ്റെ മനസ്സിൽ യെരൂശലേമിനെക്കുറിച്ച് ചില പദ്ധതികളുണ്ട്. എൻ്റെ മനസ്സിൽ യെരൂശലേമിനെക്കുറിച്ച്, തൻ്റെ ജനത്തെക്കുറിച്ച് മഹത്തായ ചില കാര്യപരിപാടികളുണ്ട്. ഈ കാര്യങ്ങൾ നിറപടിയായി നിവർത്തീകരിക്കപ്പെടുന്നതുവരെ ഞാൻ ചിലരെ കാവൽക്കാരായി നിയമിച്ചിരിക്കുന്നു. ഞാൻ നിയമിച്ചാക്കിയിരിക്കുന്ന കാവൽക്കാർ അല്ലേ, യഹോവയ്ക്ക് സ്വസ്ഥത കൊടുക്കാതെ വണ്ണം ദൈവം എന്താണോ യെരൂശലേമിനെ കുറിച്ച് ആഗ്രഹിച്ചത് അത് ചെയ്യുന്നതുവരെ അവനെ ഓർമ്മിപ്പിക്കണം. സ്വസ്ഥത കൊടുക്കാതെ അവർ ദൈവം മുമ്പാകെ ജാഗരിക്കണം. സ്തോത്രം. 62-ാം അധ്യായം, യെശയ്യാ പ്രവചനം 62-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അത് ഒരു പുനഃസ്ഥാപനത്തിൻ്റെ അധ്യായമാണ്. നമ്മൾ വായിക്കുമ്പോൾ യെരൂശലേം തകർന്നു കിടക്കുകയാണ്. യെരൂശലേം അപമാനത്തിൽ കഴിയുകയാണ്. ദൈവത്തിൻ്റെ ജനം തകർച്ചയിലൂടെ കടന്നു പോകുകയാണ്. ഇങ്ങനെ തകർച്ചയിലൂടെ കടന്നു പോകുന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ട ജനത്തെ നോക്കി ദൈവം പറയുകയാ, ഞാൻ അതിനെ പുനഃസ്ഥാപിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ അതിനെ മഹത്വപ്പെടുത്തും. ഞാൻ അതിനെ വീണ്ടും ഉയർത്തും. ഞാൻ അതിനെ ഈ ഭൂമിയിൽ ഒരു പ്രശംസാ വിഷയമാക്കും. സ്തോത്രം. അപ്പൊ ദൈവത്തിൻ്റെ മനസ്സിൽ തൻ്റെ ജനത്തെക്കുറിച്ച് വലിയ പദ്ധതികളുണ്ട്. ഇന്ന് രാവിലെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവജനത്തോടും പ്രാരംഭമായി എനിക്ക് പറയാനുള്ളത്, ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് ആയിരിക്കുന്ന സാഹചര്യങ്ങൾ തകർച്ചയുടെ മണ്ഡലത്തിലായിരിക്കാം, പ്രത്യാശ നഷ്ടപ്പെട്ടവരായിരിക്കാം, മുന്നോട്ട് പോകുവാൻ വഴിയില്ലാതെ വിഷമിക്കുന്നവരായിരിക്കാം. അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും നിങ്ങൾ ദൈവമക്കളാകയാൽ, ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തതാകയാൽ, ദൈവത്തിൻ്റെ ശ്രേഷ്ഠ ജനമാകയാൽ ഇന്ന് അറിഞ്ഞ് അംഗീകരിച്ച് സ്തോത്രം പറയേണ്ട ഒരു കാര്യം, ഞാൻ ഇന്ന് ഇങ്ങനെയൊക്കെ കിടക്കുന്നെങ്കിലും, എൻ്റെ ജീവിത സാഹചര്യങ്ങൾ പ്രശ്നത്തിലാണെങ്കിലും, എൻ്റെ മുമ്പിൽ പ്രത്യാശയില്ലാത്ത നിലയിൽ ഞാൻ ആയിരിക്കുന്നെങ്കിലും, ആമേൻ, എൻ്റെ ദൈവത്തിൻ്റെ മനസ്സിൽ എന്നെക്കുറിച്ച് വലിയ പദ്ധതികളുണ്ട്. എന്നെ അവൻ അനുഗ്രഹിക്കുവാൻ, എന്നെ വിടുവിക്കുവാൻ, എൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തുവാൻ, എന്നെ ഉയർത്തുവാൻ, എന്നെ മാനിക്കുവാൻ അവൻ ദൈവത്തിൻ്റെ മനസ്സിൽ അവൻ പദ്ധതികൾ ഉണ്ടെന്ന് ഇന്ന് പകൽ നിങ്ങൾ അറിയണം.
നമ്മൾ ഈ ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ 62:1 മുതൽ വായിച്ചു വരുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: സിയോനെ കുറിച്ച് ഞാൻ മിണ്ടാതെ ഇരിക്കുകയില്ല. ദൈവം പറയുക, യെരൂശലേമിനെ കുറിച്ച് ഞാൻ അടങ്ങിയിരിക്കുകയില്ല. നോക്കണേ, ദൈവത്തിൻ്റെ അസ്വസ്ഥത. ദൈവം പറയുക, ഞാൻ മിണ്ടാതിരിക്കത്തില്ല. സ്തോത്രം, ഞാൻ അടങ്ങിയിരിക്കത്തില്ല. സ്തോത്രം. യെരൂശലേമിന് വ്യത്യാസം വരുന്നത് വരെ, തൻ്റെ ജനത്തിന് മഹത്വമുണ്ടാകുന്നത് വരെ, തൻ്റെ ജനത്തിൻ്റെ ഈ തകർച്ചയുടെ അവസ്ഥ മാറുന്നത് വരെ എൻ്റെ ഹൃദയത്തിനകത്ത് അസ്വസ്ഥതയാണെന്ന് ദൈവം പറയുകയാണ്. രാവിലെ തൂത് കേൾക്കുന്നവരോട് പ്രാരംഭ സമയം ഞാൻ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിലെ തകർച്ച കണ്ട് സന്തോഷിക്കുന്നവനല്ല നമ്മുടെ ദൈവം. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കണ്ട് അങ്ങനെ വരണമെന്ന് പറയുന്നവനല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം, ആമേൻ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, നിങ്ങളുടെ ജീവിതത്തിന് വ്യത്യാസമുണ്ടാകണം. ദൈവം എന്താണോ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ നിലയിൽ നിങ്ങളുടെ ജീവിതത്തിന് വ്യത്യാസം വരുന്നത് വരെ, ആമേൻ, മറ്റാർക്കും അസ്വസ്ഥതയില്ലെങ്കിലും ദൈവത്തിന്റെ ഹൃദയം അസ്വസ്ഥപ്പെടുകയാണ്. അതുകൊണ്ട് ദൈവം പറയാ, ഞാൻ മിണ്ടാതിരിക്കില്ല. ഞാൻ അവരെക്കുറിച്ച് ഈ അനുഗ്രഹത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ അവരെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ അവരെ വിടുവിക്കുന്നതിനെ കുറിച്ചുള്ള പ്രവാചക ശബ്ദം, ഞാൻ അവരുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് ഞാൻ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന ദൈവവൈതൽ, നിങ്ങളുടെ തകർച്ചയുടെ മണ്ഡലത്തിൽ, പ്രശ്നത്തിന്റെ മണ്ഡലത്തിൽ ദൈവത്തിന് എന്താണ് ആ വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് പറയാനുള്ളതെന്ന് കേൾക്കാൻ നിങ്ങളുടെ ചെവി തുറന്നാൽ നിങ്ങൾ ഒരു കാര്യം കേൾക്കും. അത് നിങ്ങളെ വിടുവിക്കാനുള്ള ദൈവത്തിന്റെ പദ്ധതികൾ, നിങ്ങളുടെ അവസ്ഥ മാറ്റുവാനുള്ള ദൈവത്തിന്റെ കാര്യപരിപാടികളെ കുറിച്ചായിരിക്കാം ആമേൻ നിങ്ങൾ കേൾക്കുന്നത്. സ്തോത്രം. അസ്ഥി താഴ്വരയിലോട്ട് പോയി ആ അസ്ഥികൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന എന്താ? അവർക്കൊരു വിടുതലുണ്ടോ എന്നുള്ളതാണ്. അവരുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുമോ എന്നുള്ളതാണ്. അവിടെ വരുന്നവരാരും അതിനെക്കുറിച്ച് അങ്ങനെ പറയത്തില്ല. കാണുന്നവരാരും പറയില്ല, നിനക്കൊരു പ്രത്യാശയുണ്ട്, നിന്റെ അവസ്ഥയ്ക്കൊരു വ്യത്യാസമുണ്ട്, നിനക്കൊരു മാറ്റം ഉണ്ടാകുമെന്ന് ആ അസ്ഥിത്താഴ്വരയിൽ വരുന്ന ഓരോ മനുഷ്യനും പറയില്ല. പക്ഷെ നിങ്ങളറിയണം, ദൈവം തമ്പുരാൻ, നമ്മുടെ സ്നേഹവാനായ ദൈവം, നമ്മുടെ കർത്താവ് അവിടെ വരുമ്പോൾ അവിടുത്തേക്ക് ആ അസ്ഥികളോട് ആമേൻ അവരുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തുന്ന ചില ദൂതുകൾ പറയാനുണ്ട്. ഇന്ന് രാവിലെ ഈ ആലയത്തിനകത്ത് വന്ന് ദൈവശബ്ദത്തിന് മുമ്പിൽ, വചനത്തിന് മുമ്പാകെ ആമേ പ്രാർത്ഥനയോടെ നിങ്ങൾ തലവണക്കി ആമേ ദൈവശബ്ദത്തിന് മുമ്പിൽ ഇരിക്കുകയാണെങ്കിൽ ദൈവത്തിന് ഇന്ന് രാവിലെ നിങ്ങളോട് പറയാനുള്ള പ്രവാചക സന്ദേശം, എനിക്ക് ആമേ അസ്വസ്ഥതയാണ്, എൻ്റെ ജനത്തിന് മാറ്റം വരുവോളം, യെരൂശലേമിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുന്നത് വരെയും ഞാൻ അസ്വസ്ഥനാണ്, ഞാൻ മിണ്ടാതെ ഇരിക്കുകയില്ല, ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കും. എന്താ ദൈവം സംസാരിക്കുന്നത്? ദൈവം പറയുന്നത് എന്താണ്? സ്തോത്രം. നമ്മൾ അതിൻ്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: സ്തോത്രം. തകർന്നു കിടക്കുന്ന, പ്രത്യാശ നഷ്ടപ്പെട്ട് കിടക്കുന്ന ജനത്തോട് ദൈവം പറയുക, നിന്റെ മഹത്വം വെളിപ്പെടും. എൻ്റെ കൂടെ ഉണ്ടോ? എത്ര പേർക്ക് ഈ വചനം ഏറ്റെടുക്കുന്നുണ്ട്? വചനം ഏറ്റെടുക്കുന്നവർക്കാണ് ഇന്ന് പകൽക്കാലം വിടുതലുണ്ടാകുന്നത്. സ്തോത്രം. എൻ്റെ വചനമല്ല, ദൈവശബ്ദം ഏറ്റെടുക്കുന്നവർക്കാ ഇന്ന് പകൽ ദൈവം പറയുകയാ. അവർ തകർന്നു കിടക്കുക, ഉടഞ്ഞു കിടക്കുകയാ, അവർ പ്രവാസത്തിലാണ്. സ്തോത്രം. അവർ അടിമത്വത്തിലാണ്, പ്രത്യാശ നഷ്ടപ്പെട്ട് കിടക്കുക. ദൈവം പറയുക, ഈ അവസ്ഥയിൽ കിടക്കുന്നവരോട് ദൈവം പറയുക, ആമേൻ, നിന്റെ മഹത്വം സകല ജാതികളും സകല രാജാക്കന്മാരും കാണും. ഇന്ന് പകൽ ഏറ്റെടുക്കുന്ന എത്ര പേരുണ്ട്? നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ അനുഭവങ്ങൾ ആളുകൾ കാണത്തക്കവണ്ണം, ദേശം കാണത്തക്കവണ്ണം, നിന്റെ ചാർച്ചക്കാർ കാണത്തക്കവണ്ണം, നിന്റെ ബന്ധുമിത്രാദികൾ കാണത്തക്കവണ്ണം ദൈവം തലത് ചെയ്യുമെന്ന് ഇന്ന് പകൽക്കാലം ദൂത് പറയുമ്പോൾ ഏറ്റെടുത്ത് ഇന്ന് രാവിലെ സ്തോത്രം ചെയ്ത് ദൈവത്തിന് നന്ദി പറയാൻ എത്ര പേരിവിടെ ഉണ്ട്? അങ്ങനെയുള്ളവർ അതിരം തുറന്ന് ദൈവത്തിന് മഹത്വം കരേറ്റിയാട്ട്. സ്തോത്രം. തീർന്നില്ല. ദൈവവരോട് പറയുക, സ്തോത്രം, 3-ാം വാക്യം: യഹോവയുടെ വായു കൽപ്പിക്കുന്ന
പുതിയ പേര് നിനക്ക് വിളിക്കപ്പെടും. ദൈവം പറയുക, ഞാൻ നിനക്ക് എന്തോ തരും? പുതിയ പേര് തരും. സ്തോത്രം. ഇപ്പോൾ നിലവിലുള്ള പേരെന്താണ്? നിലവിലുള്ള പേര് 4-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. വായിക്കാം. നിന്നെ ഇനി അസൂബ, അവിടെ എഴുതിയിട്ടുണ്ട് തിക്ത. പിന്നെ നിന്റെ ദേശത്തെ ഷെമാമ അഥവാ ശൂന്യം എന്നും വിളിക്കുകയില്ല. ഇന്ന് പകൽക്കാലം നിലവിലുള്ള പേരുകൾ സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ വന്നതാ. സാഹചര്യം കൊണ്ട് ആളുകൾ വിളിക്കുന്നതാ. നിന്റെ അവസ്ഥ കണ്ട് ആളുകൾ വിളിക്കുന്നതാ. ആമേൻ സ്തോത്രം. ശൂന്യമായി നിന്റെ ജീവിതാനുഭവങ്ങളെ കണ്ട്, നിന്റെ തകർച്ചകളെ കണ്ട്, വിടുതലില്ലാത്ത അനുഭവങ്ങളെ കണ്ട് നാട്ടുകാരിട്ട പേരുകളുണ്ടല്ലോ, ചാർച്ചക്കാർ വിളിക്കുന്ന പേരുകളുണ്ടല്ലോ, ബന്ധുമിത്രാദികൾ വിളിക്കുന്ന പേരുകളുണ്ടല്ലോ, ദേശം വിളിക്കുന്ന പേരുകളുണ്ടല്ലോ. ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം ആ ശൂന്യത കണ്ടുകൊണ്ട് തന്നെ അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് സ്വർഗത്തിലെ അപ്പച്ചൻ പറയുക, ഞാൻ ആ പേര് മാറ്റാൻ പോകുന്നു. അത്ര പേര് ഇന്ന് പകൽ ഏറ്റെടുക്കുന്നു. ആമൻ സ്തോത്രം. ഇന്ന് പകൽക്കാല ആമൻ എൻ്റെ അവസ്ഥ ആമൻ മാറ്റുന്ന ദൈവം ജീവിക്കുന്നു. എൻ്റെ സാഹചര്യങ്ങൾ മാറ്റുന്ന ദൈവം ജീവിക്കുന്നു. എൻ്റെ ദൈവം എൻ്റെ പേര് മാറ്റുന്ന ദൈവമാ. ആമൻ എൻ്റെ അവസ്ഥ കൊണ്ട്, എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് ആളുകൾ എന്നെ വിളിച്ച പേരുകൾ മാറ്റി സ്വർഗത്തിലെ ദൈവം ആമൻ മാറ്റി എനിക്ക് പുതിയ പേര് തരുമെന്ന് ആമൻ ഈ ശൂന്യതയുടെ മണ്ഡലത്തിൽ, ഈ സാഹചര്യത്തിന് നടുവിൽ സ്വർഗത്തിലെ ദൈവം പറയുമ്പോൾ എത്ര പേര് അത് വിശ്വസിച്ച് ആമേൻ പറയും? സ്തോത്രം. ദൈവം പറയുക, യെരൂശലേമേ, എൻ്റെ ജനമേ, ഞാൻ നിനക്ക് പുതിയ പേര് തരും. എന്താ പേര്? ഞാൻ നിനക്ക് ഹെപ്സിബ എന്ന് പേർ വിളിക്കും. അല്ലേ? എന്താ ഹെപ്സിബ എന്ന് പറഞ്ഞാൽ? ഇഷ്ട, ദൈവത്തിൻ്റെ പ്രസാദമുള്ളവൾ, ദൈവത്തിന്റെ പ്രസാദം പ്രാപിച്ചവൾ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, എത്ര പേർക്ക് ആമൻ ആഗ്രഹമുണ്ട്? എത്ര പേര് സന്തോഷിക്കുന്നു? ഞാനും നിങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടം പ്രാപിച്ചവരാ, ദൈവത്തിന്റെ പ്രസാദത്തിലുള്ളവരാ, അവന്റെ മക്കളാ. പക്ഷെ ചില സാഹചര്യങ്ങൾ നിമിത്തം ആളുകൾ പലതും വിളിച്ചല്ലേ, ആമന്റെ ജീവിത സാഹചര്യം നിമിത്തം ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടെന്നും ആമൻ പ്രാർത്ഥനയ്ക്ക് പോയിട്ടും ആരാധിച്ചിട്ട് ജീവിതത്തിൽ വിടുതൽ പ്രാപിക്കാതെ ആമൻ ജീവിക്കുന്ന നിമിത്തം ആമൻ തകർച്ചകളിലൂടെ ആമൻ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരെന്നുമൊക്കെ ആമൻ അനവധി പേരുകൾ വിളിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ സ്വർഗത്തിലെ ദൈവം പറയുക, ഈ ആമൻ നിന്നെ വിളിച്ച സ്ഥാനത്ത്, അങ്ങനെ അപമാനിച്ച സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം ആമൻ മറ്റുള്ളവരെ കൊണ്ട് വിളിപ്പിക്കാൻ പോകുക. ഇവർ ദൈവത്തിന് ഇഷ്ടയാ, ദൈവത്തിന് പ്രിയമുള്ളവരാ, ഇവർ ദൈവത്തിന്റെ ഇഷ്ടമുള്ളവരാണെന്ന് നിന്റെ ജീവിതത്തിലെ അവസ്ഥയ്ക്ക്, സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരുത്തി ദൈവ പേര് മാറ്റുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ജീസസ്. കർത്താവ് പറയാ, ഞാൻ നിനക്ക് വിവാഹം നടക്കാത്തവൾ എന്ന നിലയിലല്ല, വിവാഹസ്ഥ, വിവാഹം കഴിച്ചവൾ. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ദൈവം പറയാ, ഞാൻ നിന്റെ പേര് മാറ്റുന്നു, ബയൂല, വിവാഹസ്ഥ. സ്തോത്രം. നമുക്കൊരു മണവാളനുണ്ട്. സ്തോത്രം. നമ്മുടെ കർത്താവ, ഇന്ന് പകൽക്കാലം യേശു കർത്താവ മണവാളനുള്ള മണവാട്ടിയാണ് ഞാനും നിങ്ങളും. ഇന്ന് പകൽക്കാല അല്ലേ, വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടവരാ. ആമേ, നമ്മുടെ വിവാഹം നടക്കുമെങ്കിലും അക്ഷരികമായി അവൻ തന്നെയാണ് ആമേ നമ്മുടെ ആത്മ മണവാളൻ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? പഴയ നിയമത്തിൽ ഇസ്രായേലിനെ കുറിച്ച് ആമേ ദൈവം പറയുക, ഞാൻ അവളുടെ ഭർത്താവാ. നാം നമ്മുടെ കർത്താവിന്റെ മണവാട്ടിയാ. ഇവിടുത്തെ ചോദ്യം എന്താ? മണവാട്ടിയുള്ള മണവാളൻ അല്ലെങ്കിൽ ഭർത്താവുള്ള ഭാര്യ, വിവാഹസ്ഥ, ഉത്തരവാദിത്വമുണ്ടല്ലേ? പക്ഷെ ജീവിതത്തിലെ പരാജയങ്ങൾ, പരിമിതികൾ കണ്ടിട്ട് ആളുകൾ പറയുക, ഇവക്കൊരു ഭർത്താവ് ഇല്ല. അങ്ങനെയല്ലേ ഇസ്രായേലിനെ നോക്കി പറയുന്നത്? ഇവക്കൊരു ഭർത്താവ് ഉണ്ടെങ്കിൽ ഇവളിങ്ങനെ അലയേണ്ട ആവശ്യം ഇല്ല, ഇവളിങ്ങനെ ശൂന്യമാകേണ്ട ആവശ്യമില്ല.
ഇവളിങ്ങനെ തകരേണ്ട ആവശ്യമില്ല എന്ന് ആളുകൾ പറയുക. ഇവൾ വിവാഹസ്ഥയല്ല, ഇവൾക്കൊരു ഭർത്താവ് ഇല്ല, അല്ലേ? കരുത്തുള്ള, ഭവനത്തെ മേയ്ക്കാൻ നടത്താൻ കഴിവുള്ള, അല്ലേ, കുഞ്ഞുങ്ങളെ നോക്കാൻ കഴിവുള്ള ഒരു നല്ല ഭർത്താവ് ഇവൾക്കില്ല എന്ന് ആമൻ യെരൂശലേമിൻ്റെ അപമാനം നോക്കി, അവരുടെ ശൂന്യത നോക്കി വെളിപ്പെടുത്തുമ്പോൾ ദൈവം പറയില്ല, നിനക്കൊരു ഭർത്താവുണ്ട്, നിന്നെ ഇനി ഞാൻ ബയൂല, വിവാഹസ്ഥ എന്ന് വിളിക്കാൻ പോകാൻ അർത്ഥം പിടികിട്ടിയോ? ആമൻ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടത്തുന്ന കരുണാമയനായ ഒരു ഭർത്താവ് അവിടെ വെളിപ്പെടുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവളായിട്ടല്ല, ആമൻ കഴിവുള്ള, കരുതലുള്ള ഒരു നല്ല ഭർത്താവുള്ളവളായി യെരൂശലേമിനെ മാറ്റുമെന്ന പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഇന്ന് പകൽക്കാല ആമൻ സ്വത്രം ഉത്തരവാദിത്വമുള്ള ഒരുവൻ ഇന്ന് പകൽ നിന്റെ ജീവിതത്തെ നിയന്ത്രിക്കുക, നിന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം തീരുമാനിക്കുക, നിന്റെ ജീവിതത്തിന്റെ നടപടികളെ മുന്നോട്ട് നയിക്കാൻ, നിന്റെ ജീവിത പടക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഉത്തരവാദിത്തമുള്ളവനായി ഒരുവൻ, ഹല്ലേലൂയ, നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ഹൃദയത്തിനകത്ത്, നിന്റെ ജീവിതത്തെ, നിന്റെ ഭാവിയെ, നിന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും നിയന്ത്രിക്കാ കഴിവുള്ളവർ കൂടെ ഉണ്ടാകും. ജീസസ് തീർന്നില്ല. അവിടെ പറയുക 5-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം, മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും. സ്തോത്രം, ഹല്ലേലൂയ. നാം ദൈവത്തിൽ സന്തോഷിക്കുക എന്നുള്ളതല്ല, ദൈവം നമ്മിൽ സന്തോഷിക്കും. വ്യത്യാസം മനസ്സിലായോ? സ്തോത്രം. ദൈവം നമ്മിൽ സന്തോഷിക്കുന്ന ഒരു അനുഭവം. സ്തോത്രം. അയ്യോ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം പലപ്പോഴും ദൈവം ദുഃഖിക്കുകയാ, നമ്മുടെ പാപമോർത്ത് ദുഃഖിക്കുകയാ, നമ്മുടെ ജീവിതത്തിലെ തകർച്ചയോർത്ത് ദൈവം വിഷമിക്കുമ്പോ ഇതാ ദൈവം നമ്മിൽ സന്തോഷിക്കുന്ന ഒരു അനുഭവമുണ്ട്. നമ്മുടെ ആത്മജീവിതത്തിന്റെ വളർച്ച കണ്ട്, നമ്മുടെ കണ്ട്, നമ്മുടെ അനുഗ്രഹം കണ്ട്, ദൈവരാജ്യത്തിന് വേണ്ടി നാം നിൽക്കുന്നത് കണ്ട്, ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് കണ്ട്, ദൈവത്തിന് വേണ്ടി നാം നല്ല ഫലം പുറപ്പെടുവിക്കുന്നത് കണ്ട് ദൈവം സന്തോഷിക്കുന്ന ഒരു അനുഭവമുണ്ട്. ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം പറയുകയാ, ഈ തകർച്ചയുടെ മണ്ഡലത്തിൽ, ഈ ശൂന്യതയുടെ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ഞാൻ അരുളി ചെയ്യുന്നു, ഞാൻ നിന്നിൽ സന്തോഷിക്കുന്ന മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ സന്തോഷിക്കുന്ന ദിവസം. പേര് ഇന്ന് പകൽക്കാലം ഈ വചനം കേട്ട് സന്തോഷിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ നോക്കി ആത്മാവ് പറയുക, ആമേൻ, ദൈവം നിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്താൻ പോകുന്നു, നിന്റെ സാഹചര്യങ്ങളെ ദൈവം മാറ്റാൻ പോകുന്നു, ആമേൻ, നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുന്നു, ആമേൻ, നിന്റെ പേര് ദൈവം മാറ്റാൻ പോകുന്നു, നിന്റെ അവസ്ഥ മാറാൻ പോകുന്നു. എത്ര പേര് ഇന്ന് പകൽക്കാലം വിശ്വസിച്ച് ഈ ദൈവശബ്ദം ഞാൻ ഏറ്റെടുക്കുകയാ, ഇന്ന് പകൽക്കാലം ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യുകയാ, ഇത് ദൈവത്തിന്റെ ഹൃദയമാ. അപ്പം 1-ാം വാക്യത്തിൽ ദൈവം പറയുക, ഞാൻ യെരൂശലേമിനെ കുറിച്ച് മിണ്ടാതിരിക്കത്തില്ല, അല്ലെ, ഞാൻ സംസാരിക്കും, ഞാൻ സ്വസ്ഥമാകില്ല. എന്തുവായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ വിടുതലിന്റെ അനുഗ്രഹത്തിന്റെ വാഗ്ദാനം ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ ഹൃദയത്തിൽ ദൈവജനത്തെക്കുറിച്ച് മഹത്തായ പദ്ധതിയുണ്ട്. ഇങ്ങനെ ഒരു വലിയ മഹത്തായ പദ്ധതി, ദൈവഹിതത്തിന്റെ ആ മർമ്മം അത് വെളിപ്പെടുത്തുക ദൈവം. ഇനി ഇങ്ങനെ ഇത് വെളിപ്പെടുത്തുമ്പോൾ ദൈവം പറയുക, എൻ്റെ ഹൃദയത്തിലുള്ള ഈ താല്പര്യങ്ങൾ, ആഗ്രഹങ്ങൾ, എൻ്റെ ജനത്തെക്കുറിച്ചുള്ള പദ്ധതികൾ തകർച്ചയിൽ കിടക്കുന്ന ജനത്തോട് ഞാൻ വിളിച്ചു പറയുമ്പോൾ ദൈവം പറയുക, ഞാനിത് പറഞ്ഞത് നിവൃത്തിയാകാൻ എനിക്ക് പ്രാർത്ഥിക്കുന്ന ചിലരെ വേണം. ദൂതുമെല്ലാം മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിൻ്റെ മനസ്സിലെ ആഗ്രഹം യെരൂശലേം യഥാസ്ഥാനപ്പെടണം, ഭൂമിയിൽ അത് പ്രശംസാ വിഷയമാകണം. സ്തോത്രം. അതുവരെ നിങ്ങൾ ദൈവത്തിന്, അപ്പൊ കേട്ടോ,
അപ്പൊ ദൈവത്തിന്റെ മനസ്സിലെ ഈ ആഗ്രഹം, ഈ പദ്ധതി, ഈ വലിയ പ്രവാചക ചിന്ത തൻ്റെ ജനത്തോട് പങ്കുവച്ചിട്ട് പറയുക, ഇത് നടക്കണമെങ്കിൽ യഹോവയെ ഓർമ്മിപ്പിക്കുന്ന ചിലരെ എനിക്ക് വേണം. ദൈവത്തിന് സ്വസ്ഥത കൊടുക്കാത്ത ചിലരെ എനിക്ക് വേണം. ദൈവം അസ്വസ്ഥമാകുന്നത് പോലെ അസ്വസ്ഥമാകുന്ന ചിലരെ എനിക്ക് വേണം. ദൈവത്തിന്റെ ആഗ്രഹം ജനം അനുഗ്രഹിക്കപ്പെടണം, ജനം പ്രശംസാ വിഷയമാകണം, ജനത്തിന്റെ പേര് മാറണം, ജനത്തിന്റെ സാഹചര്യം മാറണമെന്ന് ദൈവം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് നിന്നിൽ സന്തോഷിക്കുന്ന നിലയിലേക്ക് നിന്റെ ജീവിതാനുഭവം മാറണമെങ്കിൽ എന്നോട് ചേർന്ന് ഈ ദൂത് ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ നിൽക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ജാഗരിക്കുന്ന ഒരു പറ്റം ആളുകൾ ദൈവത്തിന് സ്വസ്ഥത കൊടുക്കാതെ ജാഗരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ എനിക്ക് വേണം. ദൈവത്തിന്റെ പ്രവചനം, ദൈവത്തിന്റെ ദൂത്, ദൈവത്തിന്റെ ആലോചന അത് നടക്കാതെ പോകാനല്ല, അത് നിവർത്തീകരിക്കപ്പെടണം. ദൈവത്തിന്റെ പദ്ധതി നടക്കണമെങ്കിൽ അത് നിവർത്തീകരിക്കാൻ പ്രാർത്ഥിക്കുന്ന ചിലർ വേണം. അതിനാ ദൈവം പറഞ്ഞത്, ഞാൻ അതിന് ഈ ദൂത് അറിയിച്ചിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ, അതിനുവേണ്ടി ജാഗരിക്കാൻ, അതിനുവേണ്ടി ഓർമ്മിപ്പിക്കാൻ, അതിനുവേണ്ടി ഞാൻ ചിലരെ നിയമിച്ചിരിക്കുന്നു. സ്തോത്രം. അതിനുവേണ്ടി ഞാൻ അവിടെ ആളെ നിയമിച്ചു. ശരിക്കും പ്രാർത്ഥന എന്ന് പറയുന്നത് ആത്മീകന്റെ പ്രവാചക പ്രാർത്ഥന എന്ന് പറയും. പ്രവാചക പ്രാർത്ഥനയും സാധാരണ പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നറിയാമോ? സാധാരണ പ്രാർത്ഥനയിൽ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ ദൈവത്തോട് പറയുന്നതാ സാധാരണ രീതിയിലുള്ള പ്രാർത്ഥന. കർത്താവേ, എനിക്ക് ഇന്ന ആവശ്യങ്ങൾ ഉണ്ട്, ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്ന വിഷയങ്ങളുണ്ട്, ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുക. പക്ഷേ ഒരു പ്രവാചകന്റെ പണി എന്നാ? പ്രവാചക പ്രാർത്ഥനയിലെ വ്യത്യാസം, പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അവൻ എന്താ? ഒരു പ്രവാചകന്റെ അടിസ്ഥാന തത്വം എന്താ? അവൻ ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തിൽ ആലോചന പ്രാപിച്ച് ജനത്തിന് കൊടുക്കുന്നവനാണ് പ്രവാചകൻ. സ്തോത്രം. അപ്പം അവൻ ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് എന്താണ് ഇരിക്കുന്നതെന്നുള്ളത് അറിഞ്ഞ് ജനത്തോട് അറിയിക്കുന്നവനാ. അപ്പൊ പ്രവാചക പ്രാർത്ഥന എന്താ? ജനത്തിന് നടുവിൽ ദൈവം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ആ വിഷയത്തിന് വേണ്ടി ആത്മാവിൽ ഞെരുങ്ങുന്നവനാണ് പ്രവാചക പ്രാർത്ഥന ചെയ്യുന്നയാൾ. മനസ്സിലായോ? സ്തോത്രം. ഇവിടെ യെരൂശലേമിന്റെ തകർച്ച കണ്ട്, പ്രതിസന്ധി കണ്ട് ദൈവത്തിന്റെ ഇഷ്ടം ഇവർ തകരണമെന്നല്ല, ഇവർ പുനഃസ്ഥാപിക്കപ്പെടണമെന്നാണെന്നത് മനസ്സിലാക്കി അതിനുവേണ്ടി ദൈവത്തെ ഓർപ്പിക്കുന്ന, ജാഗരിക്കുന്ന കുറച്ച് ആൾക്കാരെ ദൈവം അവിടെ ഒരുക്കുകയാണ്. സ്തോത്രം. ദൈവസന്നിധിയിൽ നാം ഇന്ന് വന്നത് കേവലം നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയല്ല, നമ്മുടെ താല്പര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയല്ല. കർത്താവേ, എന്നെക്കുറിച്ച്, എൻ്റെ കുടുംബത്തെക്കുറിച്ച്, എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, എൻ്റെ സഭയെക്കുറിച്ച് ശ്രേഷ്ഠവും മഹത്വവുമായ പദ്ധതികൾ അങ്ങേക്കുണ്ടല്ലോ. ഞങ്ങളിന്ന് കാണുന്നതിനപ്പുറമായ പദ്ധതികൾ അങ്ങേക്കുണ്ടല്ലോ. ഞങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ വിചാരങ്ങൾ, അങ്ങയുടെ ഇഷ്ടങ്ങൾ, അങ്ങയുടെ പദ്ധതികൾ ഉന്നതവും ശ്രേഷ്ഠവുമാണല്ലോ. കർത്താവേ, അത് നടക്കാൻ വേണ്ടി, അത് നടപ്പിലാക്കാൻ വേണ്ടി ദൈവത്തെ ഓർപ്പിക്കുവാൻ, ദൈവസന്നിധിയിൽ ജാഗരിക്കുവാൻ കർത്താവേ, ഞങ്ങളിതാ വരുന്നു എന്ന് പറയാൻ എത്ര പേരുണ്ട്? സ്തോത്രം. ഞാൻ ഭൂമിയിൽ മഴ പെയ്പ്പിക്കാൻ പോകുന്നു എന്ന ശബ്ദം ഏലിയാവ് തിരിച്ചറിഞ്ഞിട്ട് കർമ്മേലിന്റെ മുകളിൽ അവൻ പോയി പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞ മഴ പെയ്യാൻ വേണ്ടി, ദൈവം പെയ്യിക്കാൻ പോകുന്ന മഴയ്ക്ക് വേണ്ടി. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ദൈവം പെയ്യിക്കാൻ പോകുന്ന മഴയ്ക്ക് വേണ്ടി 7 പ്രാവശ്യം മുഴങ്കാൽ തല മുഴങ്കാലിനിടയിൽ വെച്ച് അവൻ ആത്മാവിൽ ഞെരങ്ങി പ്രാർത്ഥിക്കാനിടയായി. യഹോവയെ ഓർമ്മിപ്പിക്കുന്നവരെ നിങ്ങൾ അവന് സ്വസ്ഥത കൊടുക്കരുത്. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ദൂത് മനസ്സിലായി? സ്തോത്രം. സ്തോത്രം. ബാബിലോണിലെ പ്രവാസം 70 കൊല്ലം കൊണ്ട് കഴിയുമെന്ന്
ആ ദൈവിക ആലോചന, പ്രവാചക ശബ്ദം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഗ്രഹിച്ച ദാനിയേല് എന്നാ പിന്നെ ഇനി ദൈവം ചെയ്യുന്ന സമയത്ത് ചെയ്യട്ടെന്ന് പറഞ്ഞല്ല, അവൻ ദൈവത്തിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. ജീസസ്. എന്താ പ്രവാചക പ്രാർത്ഥന? ദൈവഹിതം മനസ്സിലാക്കി ദൈവഹിതത്തിന് വേണ്ടി പോരാടുന്നതാ. അതിനുവേണ്ടിയാ ദൈവമാക്കി വെച്ചിരിക്കുന്ന ആളുകളെ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് തിരിച്ചറിവ് മനസ്സിലാക്കി, അത് മനസ്സിലാക്കി ദൈവമുമ്പാകെ അതിനുവേണ്ടി കരയാൻ, അതിനുവേണ്ടി ജാഗരിക്കുവാൻ, അതിനുവേണ്ടി ദൈവത്തെ ഓർമ്മിപ്പിക്കുവാൻ സ്വസ്ഥത കൊടുക്കാതെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ജീവിതം നിങ്ങൾക്കുണ്ടെങ്കിൽ ദൈവത്തിന്റെ പദ്ധതികൾ ഈ ദിവസങ്ങളിൽ നിറവേറും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ അത് ആഗ്രഹിക്കുന്നുണ്ട്? ശരമന ഹതുരജഗനഘടക ശംധര. സ്തോത്രം. ഇവിടെ ദൈവം തമ്പുരാന്റെ ഹൃദയത്തിലെ വലിയ ആഗ്രഹം. ദൈവം പറയുക, നിങ്ങൾ മിണ്ടാതിരുന്നാലും ഞാൻ സ്വസ്ഥമായിരിക്കില്ല. ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നിനക്കൊരു വിടുതലുണ്ടെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിനക്കൊരു മാറ്റമുണ്ടെന്ന് ഞാൻ നിന്നോട് സംസാരിച്ചു കൊണ്ടേയിരിക്കും. നിന്റെ തലമുറയ്ക്കൊരു ജയമുണ്ടെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിന്റെ അവസ്ഥ മാറുമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിന്റെ സാഹചര്യത്തിന് വ്യത്യാസം വരുമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് വെളിപ്പെടുന്നതുവരെ ഞാൻ സ്വസ്ഥമായിരിക്കില്ല എന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ഭാരം അത് അതുപോലെ ഏറ്റെടുത്ത്, അതുപോലെ ഏറ്റെടുത്ത് ദൈവത്തെ ഓർമ്മിപ്പിക്കുന്ന, ദൈവത്തിന് സ്വസ്ഥത കൊടുക്കാതെ ജീസസ് ജീസസ് ഇന്ന് പകൽക്കാലം നമ്മുടെ കുടുംബങ്ങളിൽ അവന്റെ ഹിതം നടക്കാൻ വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങളിൽ അവന്റെ ഇഷ്ടം നടക്കാൻ വേണ്ടി, നമ്മുടെ സഭയ്ക്കകത്ത് അവന്റെ ഹിതം നടക്കാൻ വേണ്ടി, നമ്മുടെ സംസ്ഥാനത്ത് അവന്റെ ഇഷ്ടം നടക്കാൻ വേണ്ടി, നമ്മുടെ രാജ്യത്ത് അവന്റെ ഹിതം നടക്കാൻ വേണ്ടി, ലോക രാജ്യങ്ങളിൽ ദൈവഹിതം നടക്കാൻ വേണ്ടി, ഈ ഭൂമി മുഴുവനും അല്ലേ യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേർ ഇന്ന് പകൽക്കാലം എത്ര പേരുടെ ഹൃദയത്തിനകത്ത് ഈ വചനം ഇന്ന് സ്പർശിക്കുന്നുണ്ട്? ഹോ റബലവന ഹതുരജഗനഘടക. പ്രവാചക പ്രാർത്ഥന, ഇത് കാവൽക്കാരന്റെ പ്രാർത്ഥനയാണ് കേട്ടോ. ഞാൻ കാവൽക്കാരെ ആക്കി വെച്ചിരിക്കുന്നെന്നാ യെഹെസ്കേൽ പ്രവചനത്തിൽ പറയുന്നത്. ഇത് സൂക്ഷ്മതയോടെ ചെയ്യേണ്ടതാ, ശ്രദ്ധയോടെ ചെയ്യേണ്ടതാ. ജീസസ് ജീസസ്. ശത്രുവിനെ കാണണം കേട്ടോ. ദൈവഹിതം നാം ഇന്ന് നടക്കുന്നതിന് തടസ്സമായി, ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുന്ന തടസ്സമായി ശത്രു വരും കേട്ടോ. അല്ലെ, മനുഷ്യന്റെ ഇഷ്ടങ്ങൾ ഈ ഭൂമിയിൽ നടക്കുന്നതിന് അവന് ഒരു തടസ്സവാദവുമില്ല. പക്ഷെ ദൈവഹിതം നടക്കരുത്. ജീസസ്. അതിന് ശത്രു ശ്രമിക്കും കേട്ടോ. ആമേൻ. അവൻ പ്രവർത്തിക്കും. തിരിച്ചറിയണം, ജനത്തെ ഉണർത്തണം. ദൈവഹിതം മനസ്സിലാക്കി പ്രാർത്ഥിക്കണം. കാവൽക്കാരന്റെ പ്രാർത്ഥനയാ പ്രവാചക പ്രാർത്ഥന എന്ന് പറയുന്നത്. ഒരു ദിവസം ഒരു നേരം ചെയ്യേണ്ട കാര്യമല്ല, വല്ലപ്പോഴും ചെയ്യേണ്ടതല്ല, ഇത് നിരന്തരം ചെയ്യേണ്ടതാ. യഹോവയെ ഓർമ്മിപ്പിക്കുന്നവരെ, നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. എപ്പോഴും ഓർമ്മിപ്പിക്കേണ്ടതാ, മടുത്തു പോകാതെ ചെയ്യേണ്ടതാ. എപ്പോഴും പറയണം ദൈവത്തിന്റെ ഹിതം, ആ മഹത്തായ പരിപാടി, മഹത്തായ പദ്ധതി എൻ്റെ കുടുംബത്തിൽ, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ സഭയ്ക്കകത്ത് വെളിപ്പെടുത്തണമേ. അതിന് വിരുദ്ധമായി നിൽക്കുന്നതെല്ലാം തകരട്ടെ. ജീസസ്. ദൈവത്തിന് വിശ്രമം കൊടുക്കാത്ത പ്രാർത്ഥനയാ. നമ്മൾ വിശ്രമിക്കുന്നില്ലെന്ന് മാത്രമല്ല, ദൈവത്തിന് വിശ്രമം കൊടുക്കാത്ത പ്രാർത്ഥനയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യഹോവയെ ഓർമ്മിപ്പിക്കുന്നവരെ, നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. ദൈവത്തെ എപ്പോഴും എന്ത് ചെയ്തോണം? യാക്കോബ് പ്രാർത്ഥിച്ചതുപോലെ, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ. ഇവർക്ക് ദൂത് മനസ്സിലായി. കനാന്യ സ്ത്രീയെ പോലെ അല്ലേ?
മക്കൾക്കല്ലാതെ നായ്ക്കുട്ടികൾ വിട്ടുകൊടുക്കുമാറുണ്ടോ? അവൾ വിട്ടുകൊടുത്തില്ല. നായ്ക്കുട്ടികളും യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്നത് അപ്പനുറുക്കുകൾ ഭക്ഷിക്കുന്നുണ്ടല്ലോ. ഇന്ന് പകൽക്കാലം ദൈവഹിതത്തിന് വേണ്ടി ആത്മാവിനോട് ഇടപെട്ടിട്ട് പറയുന്ന ദൂത, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം നടക്കാനൊന്നും പ്രാർത്ഥിക്കണ്ട. ചുമ്മാ നിങ്ങളുടെ ഇഷ്ടം നടന്നിട്ട് വെറുതെ എന്തിനാ പ്രശ്നം ഉണ്ടാവുന്നത്? നിനക്ക് ഒരുപക്ഷെ തോന്നുന്നു നിന്റെ ഹിതം ഏതോ വലിയ കാര്യമാണ്. നോ, അവൻ്റെ ഹിതം നിന്റെ ഇഷ്ടത്തെക്കാൾ വലുതാ. അവൻ്റെ പദ്ധതി നീ കരുതുന്ന നന്മയേക്കാൾ ഉന്നതമാ. ഇന്ന് പകൽ അതിനുവേണ്ടി ഒന്ന് മുഴങ്കാല് മടക്കാൻ ഈ ദൈവസഭ തയ്യാറായാൽ, ഞങ്ങളെ കേൾക്കുന്നവർ തയ്യാറായാൽ, നിന്റെ ഭാവിയെ സംബന്ധിച്ച് നീ കരുതുന്നതിനപ്പുറമായി, നിന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് നീ കരുതുന്നതിനപ്പുറമായി, നിന്റെ ജോലിയെക്കുറിച്ച് നീ ചിന്തിക്കുന്നതിനപ്പുറമായി ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. പ്രവാചക പ്രാർത്ഥനയ്ക്കകത്ത് അടിസ്ഥാനപരമായി വേണ്ടത് ദൈവഹിതം തിരിച്ചറിയുക എന്നുള്ളതാണ്. അതിന് മനസ്സ് വെക്കണം, അല്ലേ? നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടെങ്കിലേ ദൈവഹിതം തിരിച്ചറിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഹിതത്തിന് വേണ്ടി നിൽക്കും, നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി വാശി പിടിക്കും. ദൈവം പറയാ, ഞാൻ അസ്വസ്ഥനാ, ഞാൻ അസ്വസ്ഥതയോടെ നിൽക്കുക, ഞാൻ സ്വസ്ഥതയോടെ ഇരിക്കുന്നില്ല, നിനക്കൊരു മാറ്റം വരണം. ആ ഹിതം നമ്മൾ അറിയണം. സ്തോത്രം. ആ ഹിതം നമ്മൾ തിരിച്ചറിയണം. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ പുതുക്കമാ. കേവലം ഭൗതികം മാത്രമല്ല കേട്ടോ. നിന്റെ ജീവിതത്തിൽ ക്രിസ്തു എന്ന തലയോളം നീ വളരണം, നിന്റെ വിശ്വാസം സമ്പന്നമാകണം, നീ ആത്മീകമായി ഉയരണം. ജീസസ് തിരിച്ചറിയണം കേട്ടോ. ആമേൻ. പ്രവാചക പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവഹിതം മനസ്സിലാക്കുക എന്ന് മാത്രമല്ല, പെയിനുണ്ട്, ഒരു ആത്മീക ഭാരം വഹിക്കുന്നതാണ് പ്രവാചക പ്രാർത്ഥന. ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ ദൈവഹിതം ഇങ്ങനെ, ഇപ്പോഴത്തെ സാഹചര്യം ഇങ്ങനെയാണെന്നൊക്കെ അറിയുമ്പോൾ ഒരു ഭാരം ഉണ്ടാവും. ആത്മാക്കളെ കുറിച്ചൊരു ഭാരമകത്ത് വരും. ദേശത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള വെളിപ്പാട് അകത്ത് വരുമ്പോൾ ഭാരം വരില്ലേ? ആ ഭാരം ഏറ്റെടുക്കണ്ടേ? എത്ര പേർക്ക് മനസ്സിലായി? യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നത് അറിഞ്ഞപ്പോ നെഹമ്യാവിന്റെ അകത്തൊരു ഭാരമുണ്ടായില്ലേ? ആ ഭാരമല്ലേ അവനെ ഉപവാസത്തിലേക്ക് നയിച്ചത്? ആ ഭാരമല്ലേ അവനെ ദൈവസന്നിധിയിൽ അവനൊരു ജേതാവായി നിൽക്കുവാൻ, യെരുശലേമിന്റെ മതിൽ പണിയത്തക്കവണ്ണം ദൈവം അവനെ ഉപയോഗിക്കത്തക്കവണ്ണം അവന്റെ ജീവിതത്തെ മാറ്റിയത്? സ്തോത്രം. ദൈവത്തിൻ്റെ ഇഷ്ടമേൽ നടക്കാൻ നമ്മുടെ തലമുറയിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ, നമ്മുടെ പ്രിയപ്പെട്ടവരിലൊക്കെ നടക്കാൻ ഒരു ഭാരം അകത്തുണ്ടാകട്ടെ. ഭാരം കിട്ടിയാൽ മാത്രം പോരാ. പ്രവാചക പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥനയാ. സ്തോത്രം. അല്ലേ? അബ്രഹാമിന്റെ ഭവനത്തിൽ വന്ന ദൂതന്മാര് സോദോമിനെയും ഗോമോറയും കുറിച്ചുള്ള ആ കാര്യം അബ്രഹാമിനോട് പങ്കുവെച്ചു. വചനം പറയുന്നത് അബ്രഹാം ദൈവസന്നിധിയിൽ നിന്ന് മാറിയില്ല. അന്ന് അവൻ മാറിയില്ല, അവിടെ നിന്നു. അവിടെ നിന്ന് അവൻ ദൈവത്തോട് ചോദിച്ചു, അവൻ മധ്യസ്ഥത അണച്ചു. തൻ്റെ സഹോദരനെ ആ നാശത്തിൽ നിന്ന് അവൻ പുറപ്പെടുവിച്ചില്ലേ? ഇന്ന് പകൽ ദൈവഹിതം, ആ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ഭാരം മനസ്സിലാക്കി ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നിൽക്കാനുള്ള ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആത്മാവ് ഇന്ന് രാവിലെ ജനമൊന്ന് ഏറ്റെടുത്താൽ നീ നിമിത്തം ചിലർക്ക് വിടുതലുണ്ടാകും. ദൈവത്തിൻ്റെ ഹിതം ചില കുടുംബങ്ങളിൽ നിറവേറും, ചില കുഞ്ഞുങ്ങളിൽ നിറവേറുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. യഥാർത്ഥ പ്രവാചക പ്രാർത്ഥന അത് ചുമ്മാ പ്രാർത്ഥനയല്ല, അത് പോരാട്ടമാണ്, യുദ്ധം ചെയ്യലാണ്. അല്ലേ? ആത്മീയ യുദ്ധമാണ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന് ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും. അതുകൊണ്ട് മായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആയുധങ്ങൾ സർവായുധവർഗം ധരിച്ച് ഏതു സമയവും ആത്മാവിൽ പ്രാർത്ഥിക്കണം. സ്തോത്രം. എപ്പഫ്രാസിനെ കുറിച്ച് പറഞ്ഞതുപോലെ അവൻ പ്രാർത്ഥനയിൽ പോരാടുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആത്മാവ് പോരാട്ടത്തിന്റെ പ്രാർത്ഥനയാണ്.
എത്ര പേർക്ക് ഇന്ന് പകൽ മനസ്സിലായി? സ്തോത്രം. എന്നുവരെ ഈ പോരാട്ടം എന്താ? യഥാർത്ഥ പ്രവാചക പ്രാർത്ഥന അത് ഇടയ്ക്ക് വെച്ചിട്ടേച്ച് പോകുന്നതല്ല, വിടുതൽ ലഭിക്കുന്നത് വരെ പ്രാർത്ഥിക്കുന്നതാണ്. ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു, സമാപ്തിയിലേക്ക് യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളം, പേരുമാറ്റുവോളം, മഹത്വം വരുത്തുവോളം, അവനെ കിരീടമാക്കുവോളം. ജീസസ്. അപ്പോ അവൻ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളം, ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയമാക്കുവോളം അവന് സ്വസ്ഥത കൊടുക്കുകയും അരുത്. ആ വാക്കൊക്കെ ശ്രദ്ധിച്ചോ? അവന് സ്വസ്ഥത. ഈ വചനത്തിൻ്റെ ശബ്ദം ഏറ്റെടുത്ത് എത്ര പേരുണ്ട്? നിങ്ങൾ നിദൂത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ കർത്താവ് ചിലത് ചെയ്യാൻ പോവുക, ദൈവം ചിലത് പ്രവർത്തിക്കാൻ പോകുക. എല്ലാ കണ്ണുകളും അടച്ചാട്ട്. ദൈവത്തിൻ്റെ മനസ്സിലെ മഹത്തായ പദ്ധതികൾ അത് തമ്പുരാൻ നമ്മളോട് വിളിച്ചു പറയുമ്പോൾ ആ ദൂത് ഏറ്റെടുത്ത് ദൈവം അസ്വസ്ഥപ്പെട്ടുകൊണ്ട് പറയുന്നത് തിരിച്ചറിഞ്ഞ് നമ്മളും അസ്വസ്ഥതയോടെ ഇതിനൊരു വിടുതൽ ഉണ്ടാകുന്നത് വരെ ഞാൻ സ്വസ്ഥമായിരിക്കില്ല, ഞാൻ അവിടത്തേക്ക് സ്വസ്ഥത തരില്ല എന്ന നിലയിൽ ഇന്ന് പകൽക്കാലം ആ ഭാരം ഏറ്റെടുക്കുന്ന എത്ര പേരുണ്ട്? ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ മുഴങ്കാലും അടക്കുമെങ്കിൽ ഇന്ന് ഈ ദൂത് കേട്ട എല്ലാവരോടും പറയുക, പ്രാർത്ഥന സ്തോത്രം ഇത് നിസ്സാരമായി ചെയ്യേണ്ട ഒന്നല്ല, പ്രാർത്ഥന ഗൗരവമില്ലാതെ ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഇത് ഒരു പ്രവാചക ആമൻ വെളിപ്പാട് ഏറ്റെടുത്ത് ആ ആത്മാവിൽ യുദ്ധം ചെയ്യേണ്ടതാ. ദൈവം ചിലത് ചെയ്യുവോളം, ദൈവം ചിലത് പ്രവർത്തിക്കുവോളം പ്രാർത്ഥനയിൽ നിങ്ങൾ പോരാടാൻ തയ്യാറായാൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യും. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ജീസസ്.